ഒന്നും പറയാനില്ല, മികച്ച പെർഫോമൻസോട് കൂടി തന്നെയാണ് ജർമ്മനി റൗണ്ട് 16ലേക്ക് കടന്നു കഴിഞ്ഞത്. 2 കളിയിലും നല്ലൊരു പെർഫോമൻസ് ആണ് ജർമ്മനി കാഴ്ചവെച്ചത്. ഇനി പറയാൻ പോകുന്ന കാര്യം, 4 ടീമുകൾ അടങ്ങുന്ന 6 ഗ്രൂപ്പുകളാണ് യൂറോ കപ്പിലുള്ളത്. ഈ 6 ഗ്രൂപ്പിൽ നിന്ന് 2 ടീമുകൾ വീതം അടുത്ത റൗണ്ടിലേക്ക് കടന്നു കഴിഞ്ഞാൽ 12 ടീമുകളെ ഓൾറെഡി കടക്കാൻ സാധ്യതയുള്ളൂ. പക്ഷേ യൂറോ കപ്പിൽ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത് റൗണ്ട് 16 ആണ്. 16 ടീമുകളുണ്ട്. അങ്ങനെ 12 ടീമുകൾ കടന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള 4 ടീമുകളെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, അതിന്റെ സാധ്യതകൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും യൂറോ കപ്പ് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് വളരെ ആവശ്യമാണ്. അങ്ങനെയാണ് നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ആദ്യത്തെ 2 ടീമുകൾ റൗണ്ട് 16ലേക്ക് കടക്കും. അങ്ങനെയാണെങ്കിൽ മൊത്തം 12 ടീമുകൾ കടന്നു കഴിഞ്ഞു. ഇനിയുള്ള ബാക്കി 4 ടീമുകളെ എങ്ങനെയാണ് യൂറോ കപ്പിൽ സെലക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിലെ ആദ്യത്തെ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ, ഓരോ ഗ്രൂപ്പിലും 3-ാം സ്ഥാനക്കാരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയത് ഏതാണ്, അല്ലെങ്കിൽ ഏത് ടീമാണ്. അങ്ങനെയുള്ള 4 ടീമുകളെയാണ് ആദ്യമായിട്ട് റൗണ്ട് 16ലേക്ക് കടക്കാൻ പോകുന്നത്. ഇനി ഒരുപക്ഷെ ഈ കാര്യത്തിൽ ഒരുപാട് സമനില വരാണ്, അല്ലെങ്കിൽ 2-3 ടീമുകൾ ഒരേ പോയിന്റുകൾ വരികയാണെങ്കിൽ രണ്ടാമത്തെ ക്രൈറ്റീരിയ നോക്കും. രണ്ടാമത്തെ ക്രൈറ്റീരിയ പറയുന്നത്, ഇവർ കളിച്ചിട്ടുള്ള മാച്ചുകളിൽ തമ്മിൽ ഇവർ കൺസീഡ് ചെയ്ത ഗോളും അതുപോലെ തന്നെ ഇവരെ സ്കോർ ചെയ്ത ഗോളും വെച്ച് നോക്കിയിട്ട് അതിലെ ഗോൾ ഡിഫറൻസ് ആണ് രണ്ടാമത്തെ ക്രൈറ്റീരിയയിൽ നോക്കുന്നത്. ഏറ്റവും കൂടുതൽ ഗോൾ ഡിഫറൻസ് ഉള്ള ആളായിരിക്കും അങ്ങോട്ട് പോകാൻ പോകുന്നത്, അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പോകുന്നത്. മൂന്നാമത്തെ ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ, ഇവർ കളിച്ചിട്ടുള്ള മാച്ചുകളിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത അതാരാണോ അവർക്കായിരിക്കും അടുത്ത പ്രയോറിറ്റി കൊടുക്കുന്നത്. ഇനി ഒരുപക്ഷെ ഈ പറഞ്ഞ 3 കാര്യങ്ങളും സമനിലയായി അല്ലെങ്കിൽ ടൈ ആയി വരികയാണെങ്കിൽ പിന്നെ നോക്കുന്നത് ഏറ്റവും കൂടുതൽ വിജയിച്ചിട്ടുള്ളത് ആരാണ്, ഏറ്റവും കൂടുതൽ വിൻ ചെയ്തത് ആരാണ്, അതാണ് 4ാമത്തെ ക്രൈറ്റീരിയ ആയിട്ട് നോക്കുന്നത്. ഇനി ഒരുപക്ഷെ ഈ 4ാമത്തെ ക്രൈറ്റീരിയവും സെയിം ആയി വരികയാണെങ്കിൽ അടുത്തതായിട്ട് നോക്കുന്നത് ഡിസിപ്ലിനറി പോയിന്റ് ആണ്. ഡിസിപ്ലിനറി പോയിന്റ് എന്ന് പറയുന്നത് യെല്ലോ കാർഡും അതുപോലെ തന്നെ റെഡ് കാർഡും കിട്ടിയ ടീമുകൾ. യെല്ലോ കാർഡ് കിട്ടിയിട്ടുള്ള ടീമിന് 1 പോയിന്റും റെഡ് കാർഡ് കിട്ടിയിട്ടുള്ള ടീമിന് 3 പോയിന്റും, ഒരുപക്ഷെ ഒരു കളിയിൽ തന്നെ 2 യെല്ലോ കാർഡ് കിട്ടിയിട്ടുള്ള ഒരു ടീമിന് റെഡ് കാർഡായി കൺസിഡർ ചെയ്തുകൊണ്ട് 3 പോയിന്റുമാണ് കൊടുക്കുന്നത്. ഏറ്റവും ലീസ്റ്റ് ആയിട്ട് പോയിന്റ് നേടിയ ടീമിനാണ് ഹയർ പ്രയോറിറ്റി നൽകുന്നത്. അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന 4 ബെസ്റ്റ് ടീമുകളെ സെലക്ട് ചെയ്യുന്ന ക്രൈറ്റീരിയ. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. യൂറോ കപ്പ് കാണുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ ആവശ്യമായ ഇതാണ്. സോ കമന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. റിപ്ലൈ ഉണ്ടായിരിക്കും. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻഡ്.